ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു സൂചിയും നൂലും ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫ്രോക്കുകളിൽ, നൈറ്റികളിൽ, അങ്ങനെ സിബ്ബ് വയ്ക്കുന്ന ചുരിദാറിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ നമ്മൾ സിബ്ബ് വയ്ക്കുമല്ലോ. നമുക്ക് എങ്ങനെ മെഷീൻ ഇല്ലാതെ കണ്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഈ സിബ്ബ് ഇതിനകത്തിരുന്ന് സിബ്ബ് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളറും മാറ്റി സിബ്ബ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. കണ്ട, നമ്മുടെ ഈ മുകൾ ഭാഗവും നമ്മളൊരു ഇച്ചിരിയും കൂടെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ സിബ്ബ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂചിയിൽ 2 മടക്ക് വീതമാണ് ഞാൻ നൂലെടുത്തേക്കുന്നത്. ഇനി ഈ വെച്ചേക്കുന്ന രീതിയിൽ നമ്മളൊന്ന് വെച്ചിട്ടൊന്ന് പിന്നുകുത്തയോ കൂട്ടുകാർക്ക് വേണ്ടുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടുന്ന അകലത്തിൽ, നീളത്തിൽ നമ്മൾ ആ സിബിനകത്തൊരു മാർക്കിംഗ് കൊടുക്കണം. വേണ്ടേ, ഞാൻ 2 സൈഡ് 2 രീതിയിലാണ് സിബ് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുണ്ട്. ഇപ്പോൾ ഈ മടക്കെന്ന് പറഞ്ഞാൽ സിബ് ഇതേ രീതിയിലാണ് ഞാൻ മടക്കുന്നത്. നമ്മൾ പുറത്ത് ഈ സിബ് മടക്കുന്ന ഭാഗം മാത്രം ശ്രദ്ധിക്കുക. അവിടെ നമ്മുടെ സിബിൻ്റെ പല്ല് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, മുകളിൽ വരെ നമ്മുടെ പല്ല് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് ഊരി പോകും. കണ്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ മടക്കിയ ഭാഗം അകത്തോട്ടാണ് പോകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അവിടെ മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ആ കഴുത്ത് അഴിച്ച ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഇതുപോലെ ഈ സൂചിയിലും നൂലിലുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 2 പോയിൻ്റ് വിട്ട് വേണം, അകത്തോട്ട് വെച്ചിട്ട് വേണം സിബ് വെച്ച് നമുക്ക് തയ്ക്കാൻ. ഈ ഫ്രോക്കിനകത്ത് ഞാൻ കൈവച്ച് തന്നെയാണ് തയ്ച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം അറിയില്ല, അത്രയ്ക്ക് നല്ല മുറുക്കമായിരിക്കും. നമുക്കിതേപോലെ ഇനി ആ കഴുത്തിൻ്റെ മുകൾ ഭാഗവും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഇതേപോലെ തന്നെ ഇത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ആ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ഈ നല്ല ഭാഗം ഉണ്ടല്ലോ, സൂചി ഇറങ്ങി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് ആ കുത്തിയെടുക്കുന്നതിൽ നിന്ന് അകത്തോട്ടല്ലേ നമ്മൾ കുത്തിയെടുക്കുന്നത്, പുറത്ത് നിന്ന് അകത്തോട്ട്. ആ പുറത്ത് നമ്മൾ ഒരു ചെറിയ ഒരു കുത്തിന് വേണ്ടിയിട്ട് സൂചിയുടെ പാട് വരാമുള്ളൂ. എന്നിട്ട് നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഭംഗി തോന്നും, നമുക്കറിയത്തില്ല സ്റ്റിച്ച് കയ്യിൽ തയ്ച്ചതാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ഈ നീഡിൽ കണ്ടോ, നമ്മൾ അകത്തി സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ടാണ് പോകുന്നത്. സിബ് വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു 2 പോയിൻ്റെങ്കിലും അകത്തോട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിബിൻ്റെ ഭാഗം ഇച്ചിരി നൂല് അകത്തോട്ട് വിട്ട് കൊടുത്താലും പ്രശ്നമില്ല. പുറത്തെടുക്കുമ്പം ഒരു സൂചിയുടെ പാടിന് മാത്രമേ വരാമുള്ളൂ. കാരണം അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരുപാട് വീതിയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ആ കാണിക്കുന്ന ഭാഗത്ത് സൂചി നൂലിനകത്ത് സ്റ്റിച്ച് ചെയ്തതെന്ന് അറിയില്ല. നമ്മൾ ഈ അകം വശം നമ്മൾ കൂടുതലിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തോ. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേ കാണാൻ. ഒന്ന് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇതാണുണ്ടോ, നമുക്കറിയത്തേയില്ല, നമ്മൾ യഥാർത്ഥത്തിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത കണക്ക് തന്നെ ഉണ്ട്, അറിയത്തതേയില്ല. അതായത് പുറത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തോനെ ആകാതിരുന്നാൽ മതി കൂട്ടുകാരെ. ഇനി തന്നെ നമ്മൾ അവിടുന്ന് തന്നെ അടിയിൽ നിന്ന് തന്നെ മേളിലോട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വന്നിട്ട് മുകൾ ഭാഗം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. കണ്ടോ, ഒന്ന് ആ തയ്യൽ തുമ്പിനകത്ത് വെച്ച് ഞാൻ മടക്കിയിട്ട് പിടിച്ചേക്കുവാണ്. ഒരെണ്ണം നമ്മൾ അല്ലാതെ കണ്ട് സിബ് തന്നെ മടക്കിയിട്ട് അതിൻ്റെ പുറത്താണ് വന്നിരിക്കുന്നത്. പിന്നെ 2 രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചതാണ്. ഇനി നമുക്കിതുപോലെ ഇവിടെ കെട്ടിട്ട് നല്ല വൃത്തിയാണക്ക് മുറുക്കിയെടുക്കണം. കെട്ടിട്ട് എടുക്കണേ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. അന്നേരം കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ സിബ്ബുകളൊക്കെ
സ്വന്തമായിട്ട് നമുക്ക് തന്നെ തയ്ക്കാം. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ബായ്.